മോനിഷ എന്ന് പറയുന്ന അഭിനേത്രിയെ കുറിച്ചിട്ട് അമ്മ എന്ന രീതിയിൽ ഇപ്പോഴും ഓർക്കുന്ന അല്ലെങ്കിൽ അഭിമാനിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? മോനിഷയുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക, എൻ്റെ പ്രാണനിലെ ഓരോരോ തുടുപ്പിലും മോനിഷയുടെ ഓർമ്മകളാണെന്നുള്ള കാര്യം സത്യമാണ്. അതാണ് സത്യം. ഒരു ചെറിയ വയസ്സ് മുതൽ ഈ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരിക. ഈ ചെറിയ വയസ്സ് മുതലേ മോനിഷ ഒരു കലാകാരിയായിരുന്നു. അപ്പം നടത്തം കണ്ടാലേ അറിയാം ഇവളൊരു ഡാൻസറാണ്, കലാകാരിയാണ്. അങ്ങനെ അവളെ മനസ്സിലാക്കിക്കൊണ്ടാണ് മോനിഷയുടെ എല്ലാ കഴിവുകളും പരമാവധി നമ്മളെ അച്ഛനും അമ്മയും എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരുപാട് എൻകറേജ് ചെയ്തു. ഞങ്ങൾ വാസ്തവത്തിൽ മോനിഷയുടെ പ്രസൻസ് എപ്പോഴും ഒരു ആഘോഷമായിരുന്നു. ആ കുടുംബത്ത് അന്ന് ഒരുപാട് നമ്മളുടെ ഇതുപോലെയുള്ള ഷോകളില്ല, TV-കളില്ല, എൻ്റർടൈൻമെൻ്റ് ഇല്ല. ആദ്യ സ്റ്റേജിൽ വരുന്ന ഡാൻസ് പരിപാടി, ഞങ്ങളുടെ അസോസിയേഷൻസിൻ്റെ പരിപാടി, ആഘോഷങ്ങൾ. പക്ഷെ എന്നും വൈകുന്നേരം ആകുമ്പോൾ ക്ലാസ്സൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഓഫീസിൽ ഒന്ന് വിട്ട് ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡെയിലി എൻ്റർടൈൻമെൻറ്റ് മോനിഷയുടെ ഡാൻസും പാട്ടും അഭിനയമായിരുന്നു. അതെ, വീട്ടില് അപ്പം അന്നത്തെ കുറച്ച് പാട്ടുകൾ റേഡിയോയിലൊക്കെ അല്ലേ വരിക. പിന്നെ ടേപ്പ് റെക്കോർഡറിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അവർ 3 വയസ്സിലൊക്കെ മോനിഷ ഭംഗിയായിട്ട് പാടിയിട്ട് ഒരു കൈകൊട്ടിക്കളിയൊക്കെ മുഴുവനും ചെയ്യുമായിരുന്നു. ചെറിയ കുട്ടിയുടെ ഭാഷയാണ്, കൊഞ്ചി കൊണ്ട്. പക്ഷെ ശ്വാസം മുട്ടിയാലും പാടിക്കൊണ്ട് മുഴുവൻ ഇത് നടത്തും. അതൊക്കെ അന്നത്തെ കാലത്ത് റെക്കോർഡ് ചെയ്തു. അന്ന് വീഡിയോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് കുഞ്ഞു മക്കളോട് എന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു 30 വർഷത്തിൻ്റെ ഇങ്ങോട്ട് ജനിച്ചവർക്ക് എത്രത്തോളം ഇതൊക്കെ പരിചയം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ മക്കളോട്, അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾ നമ്മുടെ നിധിയാണ്. അതാണ് വലിയ നിധി. അപ്പം നിങ്ങളിവിടെ ചെയ്യണത് വളരെ വലിയ ഒരു കാര്യമാണ് ജീവിതത്തിൽ. അത് കണ്ട് ഞാൻ ആനന്ദിക്കുകയാണ്. കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഒന്നും കളയരുത്. ജീവിതം ആഘോഷിക്കുക, സെലിബ്രേറ്റ് ലൈഫ്. ഇതാ എനിക്ക് പറയാനുള്ളത്. യെസ്, ശ്വേതാജിക്ക് നിങ്ങളുടെ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ശ്വേതാജിയും ശ്രീദേവി ചേച്ചിയും ഇപ്പോൾ എത്ര നാളിന് ശേഷമാണ് കാണുന്നത്? ശ്വേതനെ എനിക്ക് ഒരു പ്രത്യേക തരം ഇഷ്ടാട്ടോ. കാരണം വളരെ കുറേ മുമ്പ് ഒരു വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ് ബാംഗ്ലൂരിൽ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട്. ഒരു വലിയൊരു സ്റ്റാർ നൈറ്റ്. അപ്പം ഞാൻ അടുത്തൊരു ഗസ്റ്റായിട്ട് പോയതാണ്. കൽപ്പനയുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവരൊക്കെ, ഞാൻ മോനിഷയുടെ അമ്മയായതുകൊണ്ട് അവർക്ക് എന്നോട് ഒരുപാട് സ്നേഹം അന്നും ഇന്നും എന്നും അത് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന അവരുടെ ഗ്രീൻ റൂമിലേക്ക് പോകണ ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അങ്ങനെ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരെ ഗ്രീൻ റൂമിൽ ചെല്ലുക, അവരോട് സംസാരിക്കുക. അത് പ്രോഗ്രാം കഴിഞ്ഞാലും ഞാൻ പോയി കാണുക. അപ്പം ഞാൻ വെറുതെ അങ്ങോട്ട് കയറിപ്പോയി. അത് കയറി ചെന്നപ്പോൾ ഒരു അതിസുന്ദരിയായ ഒരു പെൺകുട്ടി, വലിയ ഫുൾ പാവാടയാണേ ഡാൻസിൻ്റെ. എന്റെ കാക്കിൽ തൊട്ടിട്ട് ഐ എം ശ്വേത മേനൻ ഫ്രം ബോംബെ എന്ന് എന്നോട് പറഞ്ഞതാണ് ഈ കുട്ടി. അന്ന് ഞാൻ വീണുപോയി. ഇന്നും അതുപോലെ ഇരിക്കണം. അന്ന് ആ സ്നേഹത്തിന് സത്യമായിട്ടും നമ്മളൊരു അടിയറ വെച്ചു പോയി. അതാണ് ഇന്നും ഞാൻ ആ സ്നേഹം ഇപ്പോഴും എന്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയാണ്. ഇങ്ങനെ വേണം ജീവിതത്തിലെ നിമിഷങ്ങൾ. സൂപ്പർ അമ്മയും മകളും